ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ 46-ാം ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 45 ദിനങ്ങൾ വേദപുസ്തകത്തെ മനസ്സിലാക്കുവാനും ആഴത്തിൽ പഠിക്കുവാനും നമുക്ക് ആയി എന്നത്, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു എന്നത് ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. എന്നാൽ വചനം വായിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 50 ദിവസത്തെ നോമ്പ് വെറും 50 ദിവസത്തെ ഒരു വേർതിരിക്കൽ, പല കാര്യങ്ങളെയും മാറ്റി നിർത്തൽ എന്നതിനപ്പുറം ജീവിതത്തിൽ പെർമനൻ്റായിട്ടുള്ള ഒരു തീരുമാനത്തിന്, ഒരു രൂപാന്തരത്തിന്, ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന പല മൂല്യങ്ങളെയും വിട്ടുകളയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഉറപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ 50 ദിവസങ്ങൾ. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ താലന്തുകളുടെ ഉപമ എന്നതും 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ന്യായവിധി പറ്റിയുമാണ് പരാമർശിക്കുന്നത്. നമ്മൾ രണ്ട് ഭാഗങ്ങളും വ്യത്യസ്തമായ രീതിയിൽ വേർതിരിച്ച് അതിനെ മനസ്സിലാക്കാനായി ആഗ്രഹിക്കുന്നു. താലന്തുകളുടെ ഉപമ നമ്മൾ സൺഡേ സ്കൂളുകളിൽ തൊട്ട് കേൾക്കുന്നതാണ്. സൺഡേ സ്കൂളിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മളോട് പറയും, നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന കഴിവ് വേണം പ്രകാരം, അതായത് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കണം എന്നത്. അപ്പോൾ അവർ നമ്മളെ എൻകറേജ് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. പക്ഷെ വലുതാവുമ്പോൾ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ തിരിഞ്ഞു നോക്കണം. അന്ന് ആ അധ്യാപകർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് കേട്ടു എന്നതിനപ്പുറം തമ്പുരാൻ തന്നിരിക്കുന്ന ബുദ്ധി വേണം പ്രകാരം ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി, ദൈവനാമം മഹത്വീകരിക്കപ്പെടുന്ന വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്കായോ? നമ്മുടെ ജീവിതം, നമ്മുടെ താലന്ത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ നഷ്ടമാക്കിക്കൊണ്ട് ആണോ നമ്മൾ പോയത്, നമ്മൾ പോകുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആദ്യ ഭാഗത്ത് ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ വിവേകപൂർവം ഉത്തരവാദിത്തത്തോടെ നാം ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയാണ്. ഒരു യജമാനൻ തൻ്റെ 3 ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ നൽകി. ഒരുത്തന് 5, മറ്റവന് 2, മറ്റൊരുത്തന് 1 എന്ന രീതിയിൽ നൽകിയിട്ട് യാത്രയ്ക്ക് പോകുന്നു, തിരികെ വരുന്നു. കൊടുത്തിട്ട് പോകുമ്പം യജമാനന് ഒരു പ്രതീക്ഷയുണ്ട്, നൽകിയത് ഇരട്ടിയാക്കും എന്നതല്ല, അവൻ്റെ പ്രാപ്തി പോലെ അവന് നൽകി. അതുപോലെ തന്നെ നമുക്ക് കാണാം, 5 ലഭിച്ചവൻ 5 കൂടി ലഭിച്ചു, 2 ലഭിച്ചവന് 2 കൂടെ ലഭിച്ചു, 1 ലഭിച്ചവൻ അത് കുഴിച്ചിടുകയും ചെയ്തു. നമ്മൾ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കിയാൽ യജമാനന് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാപ്തി പോലെയാണ് കൊടുത്തത്. കൊടുത്ത സമയത്ത് യജമാനൻ ആഗ്രഹിച്ചത് പോലെ 2 പേർ ചെയ്തു, എന്നാൽ മറ്റവൻ അതിന് വിപരീതമായി ചെയ്തു. അവസാനം നമുക്ക് മനസ്സിലാകും, മൂന്നാമത്തേന് അവൻ്റെ പ്രവൃത്തിക്ക് പ്രതിപകരം നൽകുകയാണ്. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുന്നതായി പറയുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ ചെയ്തതെന്ന് അനുസരണക്കേട് അവൻ കാണിച്ചു, അല്ലെങ്കിൽ യജമാനൻ ആഗ്രഹിച്ചത് അവൻ ചെയ്തില്ല, അതുകൊണ്ട് അവൻ തള്ളപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ നമുക്കാകണം. അതായത് തന്നിരിക്കുന്ന താലന്ത് ഏത് വഴിക്കാണ് നമ്മൾ വളർത്തുന്നത്? നമ്മുടെ താലന്ത് വളരുന്നുണ്ടായിരിക്കാം,
കാരണം ദൈനംദിനം നമ്മൾ ഓരോ മേഖലയിലും വളർന്നുകൊണ്ടുമിരിക്കുക. എന്നാൽ അത് കൊള്ളരുതാത്ത രീതിക്കാണ് പോകുന്നത്. അതോ നല്ല രീതിക്ക് സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ആണോ നമ്മുടെ താലന്ത് ഉപയോഗപ്പെടുത്താൻ നമുക്കാകുന്നുണ്ടോ എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. 31 തൊട്ട് 46 വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ന്യായവിധിയിൽ മനുഷ്യപുത്രൻ സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അങ്ങനെ ഒരിടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും പോലെ നമ്മെയും മനുഷ്യപുത്രൻ വേർതിരിക്കുന്നു. ന്യായവിധിയെപ്പറ്റിയാണ് ആ ഭാഗത്ത് പറയുന്നത്. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുന്നതായും വലതുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നും ഇടത്ത് നിൽക്കുന്നവരെ ശപിക്കപ്പെട്ടവരെ എന്നും ആണ് ഈ ഭാഗത്ത് വിളിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളിൽ അത് കാണാം. 34 വാക്യത്തിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. 41 വാക്യത്തിൽ പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്നതും പറയുന്നു. നമുക്കറിയാം, വലുതുള്ളവരോടും ഇടതുള്ളവരോടും വ്യത്യസ്തമായി പറഞ്ഞു ആ കാര്യം വേദഭാഗത്ത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളെയും നമ്മുടെ ജീവിതാനുഭവത്തിൽ ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ ഭാഗമായ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പരാമർശിക്കുന്നത് പോലെ നമ്മുടെ യജമാനൻ നമ്മെ പ്രാർത്ഥിക്കനുസരിച്ച് ദാനങ്ങളും കഴിവുകളും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അവ വിവേകത്തോടെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ഉത്തരവാദിത്തപൂർണ്ണമായിരിക്കണം. കഴിവുകൾ നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ന്യായവിധിയിൽ നീ ഏത് രീതിയിൽ പോയി എന്നുള്ളത്, നീ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മൾ തെറ്റിപ്പോയെങ്കിൽ ഉത്തരവാദി മറ്റാരുമല്ല, നാം തന്നെ. കാരണം നമ്മളെ നിയന്ത്രിക്കേണ്ടത് നാം തന്നെ. പരിശുദ്ധാത്മാവിന് നാമും തമ്മിലുള്ളൊരു ബന്ധം, നമ്മുടെ സൃഷ്ടികർത്താവും നാമും തമ്മിലുള്ള ബന്ധം, ആ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ലോകത്തിൻ്റെ ശക്തിയിലാണോ നമ്മൾ ഓടുന്നത്? ലോകത്തിൻ്റെ ശക്തിയിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? എങ്കിൽ യേശു കർത്താവ് ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ താലന്തിനെ നല്ലവണ്ണം ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. കൊള്ളരുതാത്ത ദാസനെ പോലെ ഉപയോഗശൂന്യമായി തൻ്റെ താലന്തിനെ തീർക്കാതെ ഉപയോഗപൂർണമായി താലന്തിനെ വളർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. വാക്യം 31 തൊട്ട് 46 വാക്യങ്ങളിൽ ന്യായവിധിയുടെ മാനദണ്ഡം ഇവിടെ വ്യക്തമാക്കുകയാണ്. മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, അതിനാൽ നമ്മുടെ ദൈവം എന്താണ്, നാം ഏത് രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറണമെന്നത് ദൈവം ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കാവണം. അനുകമ്പയും ദയയുമുള്ളവരായി സമൂഹത്തിൽ മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആരും ശ്രദ്ധിക്കാത്ത ആളുകളെ ശ്രദ്ധിക്കാൻ നമ്മുടെ അകക്കണ്ണ് തുറക്കാൻ നമുക്കാവണം. നമ്മുടെ അകക്കണ്ണ് തുറക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. പാശവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ സമീപിക്കണം? നമ്മുടെ സ്വർഗീയ പിതാവിന് നാം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആ രീതിയിൽ അവരോട് സമീപിക്കാൻ നമുക്കാവണം. 45 വാക്യം നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചു. അവൻ അവരോട്, ഏറ്റവും ചെറിയവരിൽ
ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്നു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളു. ചെറിയവനിൽ ഒരുത്തന് ചെയ്യാഞ്ഞത്. സ്വർഗീയ പിതാവിനോട് എന്ത് ചെയ്യണം എന്നത് യേശു കർത്താവ് നമ്മുടെ കൂടെ ആക്കിയിരിക്കുന്ന, നമ്മുടെ ചുറ്റും ആക്കിയിരിക്കുന്നവരെ കാണുവാൻ, അവരുടെ അവസ്ഥയെ കാണുവാനാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ദൈവമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതോടൊപ്പം ചുറ്റുമുള്ള കൂടപ്പിറപ്പുകളും നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ സഹോദരങ്ങളും അവരോടുള്ള ബന്ധം ഉറച്ചതാണോ എന്നത് നാം വിചിന്തനം ചെയ്യണം. കാണാൻ കഴിയാത്ത അദർശനായ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വാഗൊണ്ട് പറയുമ്പോൾ ദൃശ്യമായ ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിപ്പാൻ, യഥാർത്ഥമായി സ്നേഹിപ്പാൻ നമുക്കായില്ലെങ്കിൽ നമ്മുടെ സ്നേഹം നിർവ്യാജ സ്നേഹമല്ല. വ്യാജമായ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നു എന്നതിനപ്പുറം പുറമെ ഉൾക്കൊള്ളുകയാണ്, എന്നാൽ ദൈവത്തോട് വ്യാജം കാണിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിക്കും ഇടയാകരുത്. നമ്മുടെ ഒരു പ്രവർത്തനവും ആ രീതിയിൽ ആവരുത് എന്നത് ഈ ഭാഗം നമ്മളെ മനസ്സിലാക്കി തരിക. നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നത് നാമാണ് തീരുമാനിക്കേണ്ടത്. സ്വർഗീയ പിതാവിനോടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ സമീപനം. ദൈവമായിട്ടുള്ള ബന്ധം അവനുണ്ട്, അവൾക്കുണ്ട് എന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കും. വാക്കുകൾ പോലെ തന്നെ, പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാൻ നമ്മളാക്കിയിരിക്കുന്ന, നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മളെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഏത് രീതിയിൽ പോകുന്നു എന്നത്, അവരങ്ങനെ പോകുമ്പം നമ്മളും ആ രീതിയിൽ പോയാൽ മാത്രമേ ഇന്നത്തെ സ്റ്റാൻഡേർഡിനും ഇന്നത്തെ സമൂഹത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ചുറ്റുപാടിൽ നിന്ന് തഴയപ്പെട്ടവരാകും. എന്നാൽ ദൈവം നമ്മളിലാക്കിയിരിക്കുന്ന ഐഡൻറ്റിറ്റി, പെർമനൻ്റായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി പെർമനൻ്റായിട്ട് കാത്തു സൂക്ഷിക്കുക. നമ്മുടെ സ്വഭാവം, നമ്മുടെ ടാലൻറ്റ്, ദൈവം തമ്പുരാൻ എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് പുറപ്പെടുവിക്കുക. നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്കാവണം. ഏൽപ്പിച്ചിരിക്കുന്ന വേല പൂർത്തീകരിക്കാൻ ന്യായവിധിയിൽ തള്ളപ്പെടാതെ മനോഭാവത്തെ രൂപാന്തരപ്പെടുത്തി മുന്നോട്ട് പോകാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും അന്ത്യത്തോളം നമ്മെ വഴിനടത്തുമാറാകട്ടെ. ആമേൻ.